ഹലോ ഡിയർ. അപ്പോൾ നമ്മുടെ ഗ്രാഫ് വരയ്ക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ, ഗ്രാഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ പി ഓഫ് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ബഹുപദം അല്ലെങ്കിൽ പോളിനോമിയൽ പി ഓഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കും. ഒരു ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. ആ ഒരു ഗ്രാഫ് തന്നെ നമുക്ക് എന്ത് കാണും, ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമ്മൾ ഏത് ഗ്രാഫാണെന്നുള്ളത് നോക്കണം അല്ലേ. ഒരു സ്ട്രൈറ്റ് ലൈനാണ് തന്നിട്ടുള്ളത്, അത് നമുക്കറിയാം ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാവുമ്പോൾ നമുക്കറിയാം പി ഓഫ് എക്സ് എന്നുള്ളത് എന്താണ് വരിക, അതിൻ്റെ ആ ഒരു ഫോം എന്ന് പറഞ്ഞാൽ എ എക്സ് പ്ലസ് ബി ആണ് അല്ലേ. എ എക്സ് പ്ലസ് ബി ആണ്. നമുക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലാവും ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എ എക്സ് പ്ലസ് ബി ആണ്. യെസ്. ഇനി ഈ ഗ്രാഫിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതായത് പി ഓഫ് 0 കാണാൻ പറ്റും, അതുപോലെ പി ഓഫ് 1 കാണാൻ പറ്റും, പി ഓഫ് 2 കാണാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ട്, ഇവിടെ -1ൻ്റെ നേരെ നമുക്ക് ഇവിടെ തന്നിട്ടില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ -1 നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് പി ഓഫ് 0 അല്ലേ, 0 കാണാമല്ലോ. എക്സ് 0 ആകുമ്പോൾ പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ എക്സ് 0 എന്നാണ്. എക്സ് 0 എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഉണ്ട്. ഇനി നമ്മുടെ വൈ എത്രയാണെന്ന് നോക്കിയാൽ മതി, അതാണ് പി ഓഫ് 0ൻ്റെ വാല്യൂ. വൈ മുകളിലോട്ട് പോയാലാണോ അതല്ലെങ്കിൽ താഴോട്ട് വന്നാലാണോ നമ്മുടെ ഗ്രാഫിൽ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ താഴേക്ക് വന്നാൽ നമുക്കറിയാം -2ലാണ് ജോയിൻ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ പി ഓഫ് 0 -2 ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പി ഓഫ് 1 അല്ലേ. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എക്സ് 1 ആകുമ്പോൾ, എക്സ് 1 ഇവിടെയാണ് അല്ലേ, എക്സ് 1 ഇതാണ്. അപ്പോൾ നമ്മുടെ ഗ്രാഫിൽ എവിടെയാണ് വൈ വരുന്നത്, മുകളിലോട്ട് പോയ വൈ ഇട്ടില്ല, താഴേക്ക് വരണം അല്ലേ. കണ്ടോ, -1ൻ്റെ നേരെ, -1ൻ്റെ നേരെയാണ് നമ്മുടെ പോയിൻ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് 1 ആകുമ്പോൾ പി ഓഫ് 1 -1 ആണ്, അതും കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ പി ഓഫ് 2 കാണാമെന്ന് പറഞ്ഞാൽ 2 നോക്കിയാൽ മതി, എക്സ് 2 ആണ്. പക്ഷേ ഇവിടെ വൈ എങ്ങനെ വരും ശ്രദ്ധിക്കുക, വൈ മുകളിലോട്ട് പോയാൽ താഴോട്ട് ഒന്നും പോകേണ്ട ആവശ്യമില്ല, 2 തന്നെയാണ്. അതായത് വൈ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുന്നില്ല, മാറുന്നില്ല, ചേഞ്ച് ആവുന്നില്ല, അപ്പോൾ വൈ 0 ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സ് ആക്സിസിൽ എവിടെ പോയിൻ്റ് വന്നാലും എക്സ് മാത്രമേ മാറുള്ളൂ, വൈ 0 ആയിരിക്കും. അപ്പോൾ പി ഓഫ് 2 0 ആണ്. ക്ലിയർ ആണല്ലോ. ഇതേപോലെ പി ഓഫ് 3യും നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നമുക്ക് കാണണം എന്നില്ല, ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 3 അല്ലേ, 3 ഇതാണ് x3, അതിൻ്റെ മുകളിലാണ് ഗ്രാഫ് എടുക്കേണ്ട 1ൻ്റെ നേരെ. അപ്പോൾ നമ്മുടെ പി ഓഫ് 3 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പി എഫ് 0 കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ നോക്കിക്കുക, പി ഓഫ് എക്സ് എ എക്സ് പ്ലസ് ബി ഫോമിലാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. അവിടെ ഓൾറെഡി നമുക്കറിയാം പി ഓഫ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും ശരിക്കും, പി ഓഫ് 0 ഈ എ എക്സ് പ്ലസ് ബിയിലെ എക്സിന് 0 കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ എങ്ങനെ വരും, എ ഇൻറ്റു 0 പ്ലസ് ബി. ഇതാണ് നമ്മുടെ പി ഓഫ് 0. അതായത് ഓൾറെഡി ഇവിടെ പി ഓഫ് 0 കണ്ടുപിടിച്ചിട്ടുണ്ട്, -2 ആണെന്നുള്ളത്, -2 കൊടുക്കാം. ഇത് നോക്കിക്കുക, എ ഇൻറ്റു 0 ആയിപ്പോയി, ബാക്കി ആര് മാത്രമേ ഉള്ളൂ, ബി മാത്രമേ ഉള്ളൂ, ബി -2 ആണ്. ഓക്കെ, ഇനി പി ഓഫ് 1 -1 ആണ് തന്നിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കാം. പി ഓഫ് 1 കൊടുക്കുമ്പോൾ എങ്ങനെ കിട്ടുക, പി ഓഫ് 1 നോക്കാം, എ ഇൻറ്റു 1 എക്സിന് 1 കൊടുക്കണം അല്ലേ, എ ഇൻറ്റു 1 പ്ലസ് ബി സമം എത്രയാണ്, -1 ആണ് അല്ലേ. പി ഓഫ് 1 -1 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കി എ ഇൻറ്റു 1 എ പ്ലസ് ബി സമം -1. ഈ ബീൻ്റെ വാല്യൂ -2 ആണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എ പ്ലസ് -2 സമം -1. ഇനി ഇതിനെ എങ്ങനെ കാണാം, പ്ലസും മൈനസും മൈനസാണ്, അപ്പോൾ എ -2 തന്നെയാണ് വരിക കേട്ടോ. എ -2 -1, അതിൽ എ എന്ന് പറഞ്ഞാൽ -2ന് അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്, +2 ആയിട്ട് മാറും. നമുക്കറിയാം 2 -1 മൈനസ് ചെയ്താൽ 1. അപ്പോൾ എ 1 ആണെന്നുള്ളതും കിട്ടിയിട്ടുണ്ട്. ബി ഓൾറെഡി കിട്ടി, -2 ആണ്, എ കിട്ടി 1 ആണ്. അത് വെച്ചിട്ട് നമ്മുടെ പോളിനോമിയൽ നമുക്ക് എഴുതാൻ പറ്റണം. പി ഓഫ് എക്സ് എ എക്സ് പ്ലസ് ബി അല്ലേ. എ കിട്ടി 1 ആണ്, അപ്പോൾ 1 എക്സ് പ്ലസ് ബി എത്രയാ, -2. ഓക്കെ, ഒരു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്, പിന്നെ പ്ലസും മൈനസും മൈനസായി -2 കണ്ടോ. ഇതാണ് നമ്മുടെ പി ഓഫ് എക്സ്.
നമുക്ക് താഴെ എഴുതാം പി ഓഫ് എക്സ് സമം എക്സ് മൈനസ് 2. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, നമ്മുടെ പോളിനോമിയൽ. ഓക്കെ.